മനസ്സിലാക്കാൻ. ഇനിയെങ്കിലും ആളെ മനസ്സിലാക്കി ജീവിക്കാൻ നോക്കൂ രോഹിത്തെ. എരിവ് മാറിയോ? എന്നാ ഇത്തിരി ചോറും കൂടെ. എനിക്ക് മതി സത്യാമ്മേ. ഒരു വാ കൂടി. സത്യാമ്മയുടെ ഒപ്പം ഇരുന്ന് സത്യാമ്മ കഴിക്കുന്നത് പോലെ മോള് ഭക്ഷണം കഴിക്കണം. ഇനി ഇത് മാത്രം. കഴിച്ചു. അതെ, ചോറ് ആവശ്യമുള്ളവര് പറയണേ. അയ്യോ, ഇതെന്നാ മതിയാക്കിയോ? പായസം കുടിക്കണ്ടേ? ഞാൻ പിന്നെ കഴിച്ചോളാം. ഇപ്പോഴേ വയറ് നിറഞ്ഞു, മനസ്സും. അതെ, ഇലയൊന്നും ആരും എടുക്കണ്ട. എല്ലായിടത്തും തന്നെ മടക്കി വെച്ചാ മതി. ഞങ്ങൾ ലാസ്റ്റ് എടുത്തോളാം. ഓ, അല്ല, നീ എന്താ പെട്ടെന്ന് എണീറ്റത്? നിങ്ങളുടെ സത്യമ്മയുടെ സ്നേഹക്കൂടുതൽ കണ്ടിട്ട് അവിടെ ഇരുന്ന് കഴിക്കാൻ പറ്റുന്നില്ല. രോഹിത്തെ, ഒരു കാര്യം ഉറപ്പിച്ചോ, ഈ വീട്ടില് ഞാനും രോഹിത്തും പപ്പിമോളും ഒരു അധിക പെറ്റായിട്ട് മാറിക്കൊണ്ടിരിക്കുക. ഇറങ്ങിപ്പോന്ന് പറയുന്നതിന് മുൻപ് എന്തെങ്കിലും വഴികൾ നോക്കിയോ കൊള്ളാം. രോഹിത്, അല്ല ശ്യാമ. ആ, ദാ വിളിക്കുന്നു. ചെല്ല് രോഹിത്തെ, വരുന്നു. ആ, അല്ല, അച്ഛൻ എന്താ വേണ്ടേ? ഇച്ചിരി പായസം എടുത്തോടാ. ഓ, മോളെ, നീ എന്താടി എല്ലാരും മാറി ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് വന്ന് നിൽക്കുന്നേ? ഞാനൊന്നും ഒറ്റയ്ക്കാണല്ലോ. എടി മോളെ, എല്ലാരും കൂടി ഇനി ഈ വീട്ടിൽ ഒന്നിച്ച് കഴിയേണ്ടതല്ലേ? വീട്ടിൽ നിൽക്കുന്ന പെണ്ണുങ്ങളാ അത് ഇരുചെവി അറിയാതെ പരിഹരിച്ച് മുന്നോട്ട് പോകേണ്ടത്. അമ്മയുടെ പറച്ചിലിൽ തന്നെയുണ്ട് ചില സൂചനകള്. ഞാനും രോഹിത്തും ജോലിയൊന്നും ഇല്ലാതെ ഇവിടെ നിൽക്കുവാണല്ലോ. മനസ്സിലായമ്മേ, എല്ലാം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എടി, നീ എന്തിനാ എല്ലാത്തിനും ഇങ്ങനെ എതിര് കാണുന്നേ? നീ കണ്ടില്ലേ, സത്യാമ്മ ഇപ്പൊ പണ്ടത്തെ പോലെയൊന്നും അല്ല, ഒരുപാട് മാറിയിട്ടുണ്ട്. ആ മാറ്റം ഗുണം ചെയ്യുന്നത് കൂടെ നിൽക്കുന്ന നിങ്ങൾ മരുമക്കൾക്ക് തന്നെയാ. സ്വസ്ഥതയും സമാധാനവും ഉള്ള ഒരു ജീവിതം കിട്ടാൻ നമ്മൾ പെണ്ണുങ്ങൾ ഒരുപാട് കഷ്ടപ്പെടണം. അതിപ്പോ നിന്നോട് പ്രത്യേകിച്ച് പറഞ്ഞു തരുന്നത് അമ്മയുടെ ദുരിതങ്ങൾ മോൾക്ക് കേട്ടറിവേ ഉള്ളൂ. പക്ഷേ എന്റെ മറ്റു രണ്ട് മക്കളും അത് കണ്ടനുഭവിച്ചതാ. നോക്ക്, ആരെയും വെറുപ്പിക്കാതെ മുന്നോട്ട് പോവാൻ നോക്ക്. അമ്മയ്ക്ക് പറഞ്ഞു തരാനേ പറ്റൂ. പ്രവർത്തിക്കേണ്ടതും അതിന്റെ ഗുണം അനുഭവിക്കേണ്ടതും ഒക്കെ നിങ്ങൾ തന്നെയാ. ശാരദാമ്മേ, നിങ്ങളെന്താ ഇവിടെ വന്ന് നിൽക്കുകയാണോ? വിഷ്ണുവിന്റെ ശാലിനിയുടെ മുറിയൊക്കെ കാണണ്ടേ? വരാം. വാടി. ഞാൻ വരുന്നില്ല. അച്ഛനിപ്പോ ആരോടാ സംസാരിച്ചത്? ഞാൻ എന്റെ ഒരു കൂട്ടുകാരനെ വിളിച്ചത്. അത് ശരി, മരുമോനെ അച്ഛനിപ്പോ കൂട്ടുകാരനാക്കി വെച്ചിരിക്കുകയാണല്ലേ? നിനക്കിപ്പോ എന്തൊക്കെയാ അറിയേണ്ടത്? എനിക്ക് പല ആൾക്കാരോടും സംസാരിക്കാനുണ്ടാവും. അതൊക്കെ നിന്നോട് പറയുന്നത് എന്തിനാ? അച്ഛാ, അച്ഛനിപ്പോ വിളിച്ചത് രാജീവേട്ടനെ അല്ലേ? ഞാൻ പറഞ്ഞതല്ലേ അച്ഛാ, രാജീവേട്ടൻ വരാതെ ഞാൻ ആ വീട്ടിലേക്ക് പോവില്ലെന്ന്. മോളെ, വീട് വിട്ടു നിൽക്കുന്ന ആണുങ്ങൾക്ക് വീട്ടിലേക്ക് വരണമെന്ന തോന്നലുണ്ടാവണമെങ്കിൽ ആ വീട്ടിൽ അവരിഷ്ടപ്പെടുന്ന ആരെങ്കിലും ഒക്കെ വേണം. നീ ഇവിടെ ഒരു അല്ലലും ഇല്ലാതെ നിൽക്കുകയാണെന്ന തോന്നലുണ്ടായാൽ അവന് ഈ അടുത്ത കാലത്തൊന്നും ഇങ്ങോട്ട് വരാനും നിന്നെ നിന്റെ കുഞ്ഞിനെ സംരക്ഷിക്കാനും ഒരു സാധ്യതയില്ല. മോളെ,
അവൻ തിരിച്ചു വരണമെങ്കിൽ നീ ആ വീട്ടിൽ ചെന്ന് നിൽക്കണം. അതിനുവേണ്ടി മാത്രം അച്ഛൻ അവനെ വിളിച്ചത്. അല്ലാതെ മോൾ ഇവിടെ നിൽക്കുന്നത് എനിക്കൊരു ഭാരമായി തോന്നിയോണ്ടൊന്നുമല്ല. ഇതെന്താ അച്ഛനും മോളും കൂടെ എന്തോ തർക്കത്തിൽ നിൽക്കുകയായിരുന്നു തോന്നുന്നു. അച്ഛൻ രാജീവേട്ടനെ വിളിച്ച് എന്നെ ഇവിടുന്ന് കൊണ്ടുപോകുന്ന കാര്യം പറഞ്ഞിരിക്കുന്നു. അമ്മയ്ക്ക് എന്നെ ഇവിടെ താമസിപ്പിക്കുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? എനിക്കെന്ത് ബുദ്ധിമുട്ട് മോളെ? പക്ഷെ നിനക്കങ്ങനെ എന്നും ഇവിടെ നിൽക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടായിരിക്കും അച്ഛൻ അങ്ങനെ പറഞ്ഞത്. അത് മോള് കാര്യാക്കണ്ട. സഹിക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ടമ്മേ. പറഞ്ഞില്ലെന്ന് വേണ്ട. ഗോപാലേട്ടാ, എന്തിനാ ഗോപാലേട്ടാ ഇപ്പൊ രാജീവിനെ വിളിച്ചത്? ഹ, അവളെ ഇവിടെ ഹോട്ടലിലെ പണിക്കാരിയാക്കി എന്നും ഇവിടെ ഇങ്ങനെ നിർത്താനാണോ നിന്റെ ഉദ്ദേശം? ആ രാജീവനെ വിളിച്ച് കാര്യങ്ങൾ സെറ്റാക്കിയില്ലെങ്കിലേ പെണ്ണിവിടെ നിന്നു പോകും. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. അതിന് ഇവളെ ആ വീട്ടിൽ നിർത്താൻ അവന്റെ അമ്മയും അമ്മാവനും സമ്മതിക്കുന്നില്ലല്ലോ. അത് നോക്കേണ്ട ഉത്തരവാദിത്വം രാജീവനാ. അതൊന്നും അവനെ ഓർമ്മിപ്പിക്കാനാ ഞാൻ അവനെ വിളിച്ചത്. പക്ഷെ അപ്പോഴേക്കും അവളത് കേട്ടോണ്ട് കയറി വരുന്നു ഞാൻ കരുതിയോ. ഗോപാലേട്ടാ, അത് പിന്നെ വല്ലാത്തൊരു സ്വഭാവമുള്ളവരാ ആ രാജീവിന്റെ അമ്മ വിജയലക്ഷ്മി. ആദ്യത്തെ കുഞ്ഞിനെ നശിപ്പിക്കാൻ ശ്രമിച്ചതടക്കം ഒരുപാട് ദ്രോഹങ്ങൾ അവരിവളോട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അവക്ക് അവിടെ പോയി നിൽക്കാൻ പേടി. ഹ, അങ്ങനെ പേടിച്ചാ ഒളിക്കാൻ കാടുണ്ടോ ശാരദേ? കാലം മാറുന്നതിനനുസരിച്ച് അവരും മാറേണ്ടിയിരിക്കുന്നു. അവരിപ്പോഴും പഴയ അമ്മായിമ്മ പോരും എടുത്ത് നിൽക്കാനാണ് ഭാവമെങ്കിലേ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കുന്നു പറയണം.